എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ 237-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്വാമി നിർമ്മലാനന്ദയുടെ മഹാസമാധിയെക്കുറിച്ചാണ്. അതിനാണ് സ്വാമി നിർമ്മലാനന്ദയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ തന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം സ്വാമി നിർമ്മലാനന്ദയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. നല്ല ഒരു യോഗിയാണ്, മൗന യോഗിയാണ്. അദ്ദേഹത്തിന് യോഗിയായിട്ട് തന്നെ സമാധിയാകണം, രോഗിയായിട്ട് മരിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് മഹാസമാധിയെക്കുറിച്ചെല്ലാം സദ്ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയത്. ഇത് ഡിസംബർ 1996 സദ്ഗുരു വിജിയെയും ആശ്രമത്തിലെ ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് സ്വാമി നിർമ്മലാനന്ദയുടെ ആശ്രമത്തിലോട്ട് പോയി. സ്വാമി നിർമ്മലാനന്ദയാണെങ്കിൽ ഭയങ്കര വീക്കായിട്ട് ഇരിക്കുക. 73 വയസ്സായി. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ച പോലെ ജനുവരി 97 10 ഉച്ചയ്ക്ക് മഹാസമാധിയായി. അപ്പം ഏകദേശം ഒരു 50 പേര് ചുറ്റിലും ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ ഈ സിദ്ധന്മാരൊക്കെ യോഗികളൊക്കെ മഹാസമാധി ആകുന്നെങ്കിൽ അതിൻ്റെ ഡേറ്റും സമയവും മുൻകൂട്ടിയേ അവർ പറയും. അതിന് ഒരു കുഴി തോണ്ടി വയ്ക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കും. ഇവർ പകുതി കാര്യങ്ങൾ ഇട്ട് നിറച്ച് വയ്ക്കും. മഞ്ഞൾ, വിൽവയില, വേപ്പല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമ്മാ നമ്മൾ ഒരാളെ കൊണ്ട് ഇരുത്തി മണ്ണിട്ട് മൂടുന്നതല്ല. അതിനകത്ത് ഒരുപാട് പ്രൊസീജിയറുണ്ട്. അതൊക്കെയാണ് സ്വാമി നിർമ്മലാനന്ദ നേരത്തെ സദ്ഗുരുവിൻ്റെ അടുത്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു കുഴി തോണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഉച്ചയ്ക്ക് അദ്ദേഹം അതായത് 1997 ജനുവരി മാസം 10 ഉച്ചയോടുകൂടി അദ്ദേഹം നടന്ന് വന്ന് കുഴിക്കകത്ത് ഇറങ്ങി ഇരുന്ന് ചമ്മണം പൊട്ടിയിരുന്ന് സമാധിയായി എന്ന് വെച്ചാൽ ജീവനെ അങ്ങ് ജീവസമാധി അവിടെ അങ്ങ് ഉറച്ചിരുന്നു. പിന്നെ ചുറ്റിലുള്ള ആൾക്കാർ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കണം. ഇതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മലാനന്ദ സമാധിയാകാൻ പോകുന്നു എന്നുള്ള ന്യൂസ് വെളി വന്നു. അതിന് ഒരുപാട് എതിർപ്പുണ്ടായി. അങ്ങനെയാണ് 2 പോലീസിനെ സ്ഥിരം അവിടെ ഡ്യൂട്ടിയിലിട്ടത്. അപ്പം തൊട്ടേ യോഗിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ 2 പേര് എപ്പോഴും നമ്മളിങ്ങനെ കൺകാണിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് തന്നെ ഒരു പ്രയാസമില്ല. വയസ്സ് 73 ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന യോഗി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനേറ്റ പോലെ മരിക്കാൻ പോലും റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ഉണ്ട്. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ശരി, ഇത്രയും വലിയ ഒരു ആശ്രമത്തിൽ ഇത്രയും വർഷമായിട്ട് യോഗിയായിട്ടിരിക്കുന്ന ഒരാൾ മഹാസമാധിയെക്കുറിച്ച് പറഞ്ഞ് ഒരു ന്യൂസൊക്കെ കൊടുത്തു. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ സൂസൈഡൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്, മഹാസമാധി എന്ന് വെച്ചാൽ ഇങ്ങനെ. ഈ മഹാസമാധിയെക്കുറിച്ച് എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക്, പബ്ലിക്കിന് പിന്നെ എന്ത് പറഞ്ഞാൽ മനസ്സിലാകും. എന്നാൽ പിന്നെ ഒരാൾ പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടണം. അതുമില്ല. അങ്ങനെ 2 പോലീസിനെയാണ് നിരന്തരമായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെങ്ങാനും വിഷം കുടിച്ച് മരിക്കുമോ? ഇദ്ദേഹത്തിന് വിഷം കുടിച്ച് മരിക്കേണ്ട കാര്യം എന്തുവാ? അത്രയും പോലും ചിന്തിക്കാൻ പബ്ലിക്കിന് ബുദ്ധിയില്ലാതെ പോയി. എന്തായിരുന്നാലും ഇദ്ദേഹം ഉച്ചയ്ക്ക് നടന്ന് വന്ന് കുഴിയിലിറങ്ങി ഇരുന്ന് ചമ്മണം കാലും പൊട്ടി സമാധിയായി. ഉടനെ ആളുകൾ പിന്നെയും കുത്തിപ്പൊക്കുക സാധനങ്ങൾ.
ഇദ്ദേഹം വിഷം കുടിച്ചാണ് മരിച്ചത്, അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതൊക്കെ എത്ര തരം താഴ്ന്ന സംസാരമെന്നോ. ഒരു യോഗിയെ സംബന്ധിച്ചവരെ, സാധാരണ ഒരാൾ അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അത് പ്രൊസീജിയറാണ്, അത് ശരിയാണ്, സത്യം. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളത് നിയമമാണ്. നിയമത്തിന് കൂടെ നമ്മൾ പോകേണ്ടതുള്ളൂ. നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യരുത്. പക്ഷേ ഒരു യോഗിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എങ്ങനെ? എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല. ജീവസമാധിയായിട്ട് തന്നെ അദ്ദേഹം ആശ്രമത്തിൽ ഉണ്ട്. അപ്പം ഇത് കണ്ടപ്പം ഈശായുടെ മെഡിറ്റേറ്റേഴ്സിനൊക്കെ ഭയങ്കര ഒരു ഇമ്പാക്റ്റായിരുന്നു. ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ വലിയ ഒരു എന്തുവാ, ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ സത്യമാണ് എന്നൊക്കെ അവർ ചിലപ്പം പുസ്തകത്തിലൊക്കെ പഠിച്ച് കാണും, അല്ലെങ്കിൽ അവരുടെ സദ്ഗുരു പറഞ്ഞു കൊടുത്ത് കാണും. അതൊക്കെ ഉണ്ട്. എന്നാലും കണ്ണിൽ കാണുമ്പം, നേരിട്ട് കാണുമ്പം അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വാമിജിയെയും സ്വാമി നിർമ്മലാനന്ദയെയും സദ്ഗുരുവിനെയും അവർക്ക് ഒന്നിച്ച് കണ്ടത് ഒരു സൂര്യനെയും ചന്ദ്രനെയും ഒന്നിച്ച് കാണുന്നതിന് തുല്യമായിരുന്നു. അത്രയ്ക്ക് പ്രകാശമുള്ള 2 യോഗികളാണ് അവരെ ഒന്നിച്ച് കാണാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ജനുവരി 10-ാം തീയതി എന്ന് പറയുന്നത് ആരുദ്ര ദർശനം നടക്കുന്ന ദിവസമാണ്. ഈ ആരുദ്ര ദർശനം എന്ന് പറയുന്നത് ഡിസംബർ എൻഡിൽ അല്ലെങ്കിൽ ജനുവരി ബിഗിനിങ്ങിൽ വരുന്നതാണ്. അത് ശിവനോട് ഭയങ്കര സംബന്ധിച്ച ഒരു സംഗതിയാണ്. അതായത് ശിവൻ്റെ ആനന്ദതാണ്ഡവം, നടരാജ നൃത്തം എന്ന് പറയത്തില്ലേ, ആ ആനന്ദതാണ്ഡവം കളിച്ച രാത്രിയാണ് അത് ആരുദ്ര ദർശനം. അപ്പം അതിൽ ആ ഒരു വർഷത്തിൽ ആ രാത്രിയാണ് ഏറ്റവും നീളമുള്ള രാത്രി. ഈ നീളമുള്ള രാത്രി, ചുരുങ്ങിയ രാത്രി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് പകൽ 12 മണിക്കൂർ, രാത്രി 12 മണിക്കൂർ എന്നൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കേ അതിൻ്റെ അനുഭവം കാണും. അതായത് പകൽ സമ്മറിൽ, വെയിൽ കാലത്ത് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് 6:45 ആയാൽ പോലും നല്ല വെളിച്ചം കാണും. അതിൻ്റെ അർത്ഥം എന്തുവാ? പകൽ സമയം കൂടി എന്നർത്ഥം. അതേപോലെ ഡിസംബറിൽ തണുപ്പ് കാലത്ത് 5 ആകുമ്പോഴേ മഞ്ഞ് മൂടാൻ തുടങ്ങും, സൺലൈറ്റ് ഡിമ്മാകും. അപ്പോൾ എന്തോ അർത്ഥം? രാത്രി കൂടി എന്നൊക്കെ അർത്ഥം. അങ്ങനെയൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ആരുദ്ര ദർശനം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ആണ് ആ വർഷത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് നീളമുള്ള രാത്രി. അന്നാണ് ശിവൻ്റെ ഡാൻസ് കളിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം. ഇതിൽ ഈ ആരുദ്ര ദർശനത്തിനെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞ് ഈ വീഡിയോയെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ, എത്രയോ വർഷത്തിനു മുമ്പേ ഞാൻ സർവീസിലിരിക്കുമ്പോൾ എനിക്ക് 2 ദിവസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ KV കടവന്തറയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, എറണാകുളത്ത്. 2 ദിവസത്തെ കോഴ്സ് ചെന്നൈയിലുണ്ടായിരുന്നു. 3 ദിവസത്തെ കോഴ്സ് ഡിസംബറിൽ. ആര് പോകും ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഞാനാണ് കൈ പൊക്കുന്നത്. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. എനിക്ക് ചെന്നൈയിൽ പോകാൻ ഒരു കുഴപ്പമില്ല. എൻ്റെ പകുതി ബന്ധുക്കൾ ചെന്നൈയിലാണ്. അപ്പോൾ എനിക്കൊരു ഡോക്ടർ കുഞ്ഞമ്മയുണ്ട്, അവരുടെ വീട്ടിൽ പോയി നിന്നു. അവർ നല്ല ശിവഭക്തയാണ്. അവരുടെ വീട്ടിൽ ശിവലിംഗമുണ്ട്. കുഞ്ഞമ്മയ്ക്ക് ഈ DGO ആണ്. ഡെലിവറി കേസും ഇതുമൊക്കെ വന്ന വത്സലേ, നീ അഭിഷേകം ചെയ്തേരെ, നീ പൂവിട്ടേരെ എന്നൊക്കെ പറയും. കുഞ്ഞമ്മയുടെ വീട്ടിൽ ശിവരാത്രി വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യും. രാത്രി ഉറങ്ങാതിരുന്ന് അഷ്ടോത്രം വായിക്കും, പാട്ടുകൾ പാടും, അന്ന് ഫുള്ളായിട്ട് വ്രതമിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ വിൽവയില
ഈ പൂക്കാരിയുടെ അടുത്തൊക്കെ പറഞ്ഞാലേ പല പൂക്കാരികളുടെ അടുത്തും പറഞ്ഞു വെച്ച് കുറേ കൊട്ടയായിട്ട് വിൽവയില കൊണ്ടുവരും. ജോലിക്കാരെയൊക്കെ വെച്ച് അതൊക്കെ ഓരോ ഇലയായിട്ട് കഴുകിയെടുക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ പുറയിൽ ചിലന്തിയും മണ്ണും ഒക്കെ കാണും. അതൊക്കെ കഴുകിയെടുത്ത് ഞങ്ങൾ ഇങ്ങനെ അർച്ചന ചെയ്തുകൊണ്ടിരിക്കും രാത്രി മൊത്തം. അങ്ങനെ ആ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് ഞാൻ പോയി നിന്നത്. അപ്പം കുഞ്ഞമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് 3 ദിവസം കോഴ്സ് ഉണ്ടില്ലയോ? 3-ാമത്തെ ദിവസം ചിദംബരം ഒന്ന് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആളിനെ കിട്ടാത്ത കൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. ചിദംബരം അമ്പലത്തിൽ പോയാൽ ആരുദ്ര ദർശനം കാണാം. എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞമ്മയുടെ പേഷ്യൻറ്റിൻ്റെ ഭർത്താവ് അവിടെ അർച്ചകരായിട്ട് ജോലി ചെയ്യുന്നു. അതായത് പൂജാരിയായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചെന്നു, നിങ്ങൾ ഒരു പ്രാവശ്യം ആരുദ്ര ദർശനം കാണാൻ വരണം, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തു തരാം. അങ്ങനെ കുഞ്ഞമ്മയ്ക്ക് പോകാനിങ്ങനെ മുട്ടി നിൽക്കുക. പക്ഷേ ആരും കൂടെ ഇല്ലാതെ ചിറ്റപ്പൻ അയക്കത്തില്ല. തക്കതായ ഒരാൾ എസ്കോട്ട് വേണം. ഞാൻ എല്ലാവർക്കും എസ്കോട്ട്. എവിടെ പോയാലും എൻ്റെ മൂത്തതായിരുന്നാലും ശരി ഇളയതായിരുന്നാലും ശരി എല്ലാവർക്കും ഞാനാണ് എസ്കോട്ട്. ചെന്നൈയിൽ നാട്ടിൽ നിന്ന് ചെന്നൈ കാണാൻ വരുന്നവർ, നമ്മുടെ റിലേറ്റീവ്സ്, ഷോപ്പിംഗ് ചെയ്യാൻ, എല്ലാവരുടെ കൂടെയും പോകുന്നത് ഞാനാണ്. അപ്പം മനസ്സിലായി, നീ വരുവാണെങ്കിൽ അങ്കിള് വിടും, നമുക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ വലിയ ഒരു കള്ളം ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ട്, എന്നുവെച്ചാൽ 3 ദിവസം സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ലീവ് എടുക്കാൻ പറ്റില്ല. എന്നാലും എനിക്കും ചിദംബരം പോകണം, ആരുദ്ര ദർശനം കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം. വലിയ ഒരു കള്ളം. അതായത് ആരും അത് കേട്ടാൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല. നോ ആക്ഷൻ വിൽ ബി ടേക്കൺ. അങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞിട്ട് ലീവ് ലെറ്റർ എഴുതി മെയിൽ അയച്ചിട്ട് ഞങ്ങളുടെ ഇട്ടവരും കാറെടുത്തുകൊണ്ട് ചെന്നൈ ടു ചിദംബരം പോയി. രാവിലെ തിരിച്ച് അന്ന് രാത്രിയാണ് ആരുദ്ര ദർശനം. അന്ന് പോയി 6 മണി തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി അമ്പലത്തിൽ പോയി, ചിദംബരം അമ്പലത്തിൽ പോയി. ഒരു വലിയൊരു മണ്ഡപമുണ്ട്. അവിടാണ് ഈ ആരുദ്ര ദർശനം എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ അമ്പലത്തിലും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഈ ചിദംബരത്തിൽ വലിയ ഒരു മേട, വലിയ ഒരു പ്ലാറ്റ്ഫോം, അവിടെ വലിയ ഒരു 6 അടി പൊക്കമുള്ള നടരാജൻ്റെ പ്രതിമ, ശിവൻ ഇങ്ങനെ കാലും പൊക്കി കളിക്കുന്ന നടരാജൻ്റെ പ്രതിമ. ആ പ്രതിമയ്ക്ക് സന്ധ്യയ്ക്ക് 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ അഭിഷേകം. ചിദംബരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അമ്പലമാണ്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞിരിക്കും. അറിഞ്ഞില്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. അവിടെ ഒരു പ്രാവശ്യമെങ്കിലും പോകണം. ചിദംബരം എന്ന് പറയുന്നത് ആകാശതത്വമാണ്. ആകാശം എന്ന് വെച്ചാൽ ഈതർ, സ്കൈ. ആകാശതത്വമാണ് ചിദംബരത്തിൽ. അതാണ് ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അതായത് ആകാശമായിട്ടാണ് ശിവൻ അവിടെ ഇരിക്കുന്നത്. അപ്പം ചിദംബര രഹസ്യം എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ശിവനെ കാണണം എന്ന് പറയുമ്പം ശിവൻ്റെ പ്രതിമയും സാധാരണ ഇതെല്ലാം ഉണ്ട്. അല്ലാതെ ഒരു സ്ഥലത്തൂടെ അവർ നമ്മളെ കൊണ്ടുപോകും. അതൊക്കെ സ്പെഷ്യൽ ഗസ്റ്റിനാണ്. അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അവിടെ പോയി കാണും. അവരെന്തോ ചെയ്യുന്ന, അവിടെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിനെ മാറ്റിയിട്ട് ദീപാരാധന കാണിക്കും. അതാണ് ചിദംബര രഹസ്യം. അപ്പോൾ ദീപാരാധന കാണിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ എന്തു അർത്ഥം? നമ്മുടെ കണ്ണിന് കാണാൻ ഇല്ല. പക്ഷേ അവിടെ ശിവൻ ആകാശ തത്വവുമായിട്ട് അവിടെ നിറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ഇങ്ങനെ ദീപാരാധന കാണിക്കുന്നത്. അപ്പോൾ ശിവൻ അവിടെ രഹസ്യമായിട്ട് ആകാശ തത്വത്തിലിരിക്കുന്ന കൊണ്ടാണ് അതിനെ ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അങ്ങനെ ചിദംബരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അമ്പലമാണ്. വലിയ പടോടോപമൊന്നും ഇല്ലാത്ത അമ്പലമാണ്. പക്ഷേ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അമ്പലമാണ്. അവിടെ 21,600 ഗോൾഡ് പ്ലേറ്റ്സ്
ഇട്ടാണ് കൂര വേഞ്ഞിരിക്കുന്നത്. സ്വർണത്തിലുള്ള പ്ലേറ്റ്സ് കൊണ്ടാണ് കൂര വേഞ്ഞിരിക്കുന്നത്. 21,600 എന്ന് പറയുന്നത് എന്തൊരു കണക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം 21,600 പ്രാവശ്യം ശ്വസിക്കും. അതിൻ്റെ എണ്ണമാണ് അത്. അതുമാത്രമല്ല, ഈ 21,600 ഗോൾഡ് പ്ലേറ്റ്സിനെ മുറുക്കി സ്ക്രൂ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി വെക്കണ്ടേ, അല്ലെങ്കിൽ കാറ്റത്ത് പറന്നു പോകത്തില്ലേ. അപ്പം ആ നട്ടും ബോൾട്ടും 72,000 നട്ടും ബോൾട്ടും ഇട്ട് അതിനെ റെഡിയാക്കി മുറുക്കി വെച്ചിട്ടുണ്ട്. ഈ 72,000 ചിലർക്കൊക്കെ പിടികിട്ടി കാണും. 72,000 നാഡികൾ നമ്മുടെ ദേഹത്തുണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് 72,000 നട്ടും ബോൾട്ടും ഇട്ട് ആ 21,600 ഗോൾഡ് പ്ലേറ്റ്സിനെ കൂരയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പവറുള്ള സ്ഥലങ്ങളാണ്. അങ്ങനത്തെ ചിദംബരത്താണ് ഞങ്ങൾ ഈ ആരുദ്ര ദർശനം കാണാൻ പോയത്. പോയി എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിൽ ഇതുവരെ അതിനു മുമ്പേയും അങ്ങനെ ഒരു അഭിഷേകം കണ്ടിട്ടില്ല. അതിന് പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച ദൈവമായിട്ട് എന്നെ മദ്രാസിൽ ഒരു കോഴ്സിന് അയച്ചതും എൻ്റെ കുഞ്ഞമ്മ വിളിക്കാനും ഇത് കാണാനും ഇടവരുത്തിയത് ശിവൻ്റെ പ്ലാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ദിവസം ലീവ് എടുത്തപ്പോഴും ഒരു ഡിസിപ്ലിനറി ആക്ഷനും എനിക്ക് എതിരായിട്ട് എടുത്തില്ല. അതെല്ലാം ശിവൻ്റെ അനുഗ്രഹമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അത്രയ്ക്ക് കാണാൻ കൊതിച്ചിരിക്കേണ്ട ഒരു സംഭവമാണത്. അതായത് അവിടെ 10-30 പൂജാരികളും ഉണ്ട്. ഈ 30 പൂജാരികൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പണി ചെയ്യുന്ന പൂജാരികളിൽ നറുക്കെടുപ്പെടുത്താണ് ഒരു പൂജാരിയെ തിരഞ്ഞെടുക്കുന്നത്. ആ പൂജാരി ആ നടരാജ പ്രതിമയുടെ ഏറ്റവും സൈഡിൽ ഇത് സ്റ്റെയർ കേസ് വെച്ചാണ് കയറി പോണ്ടിയത്. അത് 6 അടി അല്ല, അതിന് മുകളിലാന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ വയ്യ. സ്റ്റെയർ കേസ് വെച്ച് അതിൻ്റെ മേളിൽ കൂടെ കയറി നറുക്കെടുപ്പിൽ സെലക്റ്റായ പൂജാരി മേളിൽ നിൽക്കും. ആ പൂജാരിയാണ് അന്നത്തെ ഫുൾ അഭിഷേകം ചെയ്യുന്നത്. പക്ഷേ ആ സാധനങ്ങളൊക്കെ മേളിൽ കൊണ്ടുപോകണ്ടേ, അതിന് ബാക്കി ഉള്ള 29-30 പൂജാരികളും ഉള്ളവരെല്ലാം ഇങ്ങനെ ലൈനിൽ നിന്ന് സാധനത്തിനെ ഇങ്ങനെ മേളി പാസ് ചെയ്യും. സത്യത്തിലും പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ ഇപ്പം കൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, ഗൂസ് ഫ്ലഷ് വരുന്നു. അത്രയ്ക്ക് ഒരു ഹാളിൽ 1,000 പേരിരുന്ന് കാണും. ഞാനും എൻ്റെ കുഞ്ഞമ്മയും അവിടെ തറയിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ജമുക്കാളം എന്ന് പറയും. ബെഡ്ഷീറ്റിലാണ് ഇരിക്കേണ്ടത്. ഒറ്റ ഇരിപ്പിരുന്നു. 6 മണിക്ക് തുടങ്ങിയത് എല്ലാ അഭിഷേകത്തിൻ്റെ സാധനങ്ങളും. അതായത് ശിവൻ അഭിഷേകപ്രിയനാണ്, മഹാവിഷ്ണു അലങ്കാരപ്രിയനാണ്. അപ്പോൾ ഈ അഭിഷേകപ്രിയന് അഭിഷേകം ചെയ്ത് തന്നെ പ്രീതി നമുക്ക് പറ്റിപ്പിടിക്കണം. അങ്ങനെ അതായത് 12 hours നോൺ സ്റ്റോപ്പ് അഭിഷേകം എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കും. നമ്മളാരും അവിടുന്ന് എണ്ണിച്ചില്ല, വെളിയിൽ പോയില്ല, ആർക്കും ബാത്റൂമും പോകണ്ട, റെസ്റ്റ് റൂമും പോകണ്ട, അത് കണ്ടിട്ടും മതിയാകുന്നില്ല. ഇന്ന് വരെ എനിക്കത് മറക്കാൻ പറ്റിയിട്ടില്ല. ഈ ജന്മത്തിൽ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോന്നും ആദ്യം എണ്ണ തേച്ച് കുളിപ്പിക്കുന്നു, പിന്നെ പഞ്ചഗവ്യം, പിന്നെ ഓരോന്ന് തേന്, നെയ്യ്, പാല്. ഈ പാല് മാത്രം ഒരു 5 മണിക്കൂറെങ്കിലും, 6 to 6 എന്ന് വെച്ചാൽ 12 മണിക്കൂറില്ലേ, ഒരു 5 മണിക്കൂർ പാലഭിഷേകം മാത്രം ചെയ്ത് കാണും. അങ്ങനെ തോരാതെ ഒരു അരമണിക്കൂർ എടുക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല. നോൺ സ്റ്റോപ്പ് കുടമായിട്ട് പാല്. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലുള്ള മൊത്തം പശുക്കറവയുടെ പാലെടുത്താലും ഇത്രയും എവിടുന്ന് കിട്ടിയവർക്ക് എന്നാണ് ഞാനിങ്ങനെ അതിശയിച്ചു പോയിരുന്നത്.
ആ അഭിഷേകത്തിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. അപ്പം അവിടെ ഉള്ളവരൊക്കെ ശിവനാൽ സെലക്ട് ചെയ്തപ്പെട്ടവരെന്ന് ഞാൻ പിന്നെ വിചാരിക്കുന്നു. അതിൽ ഞാനും ഒന്നായിരുന്നല്ലോ എന്ന് ഞാൻ വളരെ വളരെ ഇന്നും ഈ നിമിഷവും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. നോൺ സ്റ്റോപ്പ് ചന്ദനം, പനിനീര്, പാല്, പഞ്ചാമൃതം, ഭസ്മം, പൂക്കൾ, അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് വലിയ ഒരു ദീപാരാധന കാണിച്ച് പിന്നീടാണ് നമ്മൾ വെളിയിൽ വന്നത്. അതേപോലെ അതാണ് ഈ ആരുദ്ര ദർശനത്തിൻ്റെ മഹത്വം. അതേപോലെ വേറൊരു അമ്പലമുണ്ട്, ഉത്തരകോശമങ്കൈന്ന്, അതും തമിഴ്നാട്ടിലാണ്. ആ ഉത്തരകോശമങ്കയിൽ അമ്പലത്തിലെ മരകതക്കല്ലിലാണ് നടരാജനെ ചെതുക്കിയിരിക്കുന്നത്. മരകതക്കല്ല് ഏറ്റവും വിലപ്പെട്ടതാണ്. ആ വലിയൊരു മരകത പാറയെന്നാണ് ശിവനെ ചെതുക്കിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ പോയി കണ്ടില്ല, ഇനിയും കാണണം. ഞാൻ എന്തായാലും ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അതായത് ആ മരകതക്കല്ലിലുള്ള ശിവനെ അത് നടരാജനല്ല, ലിംഗം, 6 അടി പൊക്കമുള്ള ലിംഗം, ശിവലിംഗം, ഫുൾ ശിവലിംഗം മരകതക്കല്ലിലേന്ന് ചെതുക്കിയത്. അത് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അത് പൊട്ടുമെന്ന്. അതുകൊണ്ട് എപ്പോഴും അതിനെ ചന്ദനം കൊണ്ട് തന്നെ പൂശി മെഴുകി വെച്ചേക്കും. അതിന് വേറെ അഭിഷേകം ഒന്നുമില്ല. പക്ഷേ ഈ ആരുദ്ര ദർശനത്തിൻ്റെ അന്ന് മാത്രം നമ്മൾ പോകുമ്പം നമുക്ക് ആ ചന്ദനത്തിനെല്ലാം എടുത്തിട്ട് ശരിക്കുമുള്ള മരകത പച്ചയിലുള്ള ശിവലിംഗത്തിനെ നമുക്ക് തൊഴാൻ പറ്റും. പക്ഷേ സാധാരണ ആൾക്കാരൊക്കെ അവിടെ പോയാൽ തൊഴാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. എന്നത് യൂട്യൂബിൽ കേട്ടോ 1-2 പേര് എനിക്ക് പറയുകയും ചെയ്തു. അപ്പോൾ അതൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ കുറിച്ചിട്ടിരിക്കുവാണ്. എന്നെങ്കിലും ഒരു ദിവസം ഞാനത് പോകും. അത് എന്ന് ശിവൻ വിളിക്കുന്നോ അന്നേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അതൊക്കെയാണ്. അതേപോലെ ശിവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിചാരിക്കുമ്പം നമ്മൾ വിചാരിച്ചാൽ മാത്രമല്ല അത് നടക്കുന്നത്. അപ്പം അതേപോലെ ഈ മരകതത്തിൽ ഇവിടെ പഴനി മുരുകനെ കണ്ടിട്ട് വെളിയിൽ വരുമ്പം ബോഹറുടെ സമാധി ഉണ്ടല്ലോ. ബോഹറുടെ സമാധിയിൽ ബോഹർ തന്നെ പൂജിച്ച മരകത ലിംഗവും ഭുവനേശ്വരിയുടെ പ്രതിമയും അവിടെ ഉണ്ട്. മരകത ലിംഗം അത് വെച്ചാണ് ബോഹർ സിദ്ധർ ചെയ്ത് ദിവസവും, അതായത് മുരുകൻ്റെ ഗർഭഗൃഹത്തിനും ബോഹറുടെ സമാധിക്കും ഗ്രൗണ്ടിൽ കൂടെ ഒരു ചുരങ്കം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോഹർ ഇന്നും അവിടെ പോയി കാണും, ഇങ്ങോട്ട് വരും എന്നൊക്കെയാണ്. ബോഹറിന് മുരുകനെ കാണാൻ ചുരങ്കത്തിൽ കൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല. എന്നാലും അവിടെ പറയുന്നു, നമുക്കറിഞ്ഞുകൂടാ, നമ്മൾ ചുരങ്കമൊന്നും പോയി കണ്ടിട്ടില്ല. പക്ഷേ ബോഹറിൻ്റെ സമാധിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന പൂജാരി അടുത്ത് പറഞ്ഞു, എന്നുവെച്ചാൽ ശിവലിംഗം മൊത്തം പൂവിട്ട് മറച്ചു വെച്ചിരിക്കുമായിരുന്നു. അത് മരകതമായതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, ആ പൂവൊക്കെ എനിക്ക് ആ മരകത ലിംഗം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവർ പൂവൊക്കെ മാറ്റിയിട്ട് നല്ല മുന്നസ്ത് പച്ച ലിംഗം, പുറയിൽ ഭുവനേശ്വരി അമ്മയുടെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കാണിച്ചു തന്നു. അത് അതേപോലെ ഈ ചിദംബര രഹസ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളം പോകുന്ന വഴിക്ക് ഓച്ചറ എന്നൊരു സ്ഥലമുണ്ട്. ഓച്ചറയിലും പരബ്രഹ്മം എന്നാണ് പറയുന്നത്. അവിടെ വലിയ ഒരു ആലുണ്ട്. വലിയ ആലാണോ അരശാണോ എന്ന് എനിക്ക് ഇപ്പം ശരിക്കും ഓർമ്മയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അവിടെ ഒരുപാട് നാഹരുടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് പോലും അസുഖം വരുന്നവർക്കെല്ലാം ആ മണ്ണെടുത്ത് തേച്ചാലേ അസുഖം മാറുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയും ഈ ചിദംബര രഹസ്യം പറഞ്ഞ പോലെ ശിവൻ ആകാശതത്വവുമായിട്ടാണ് ഇരിക്കുന്നത്. ശിവനെന്ന് ഒരു ശിവലിംഗമോ നടരാജൻ്റെ പ്രതിമയോ ഒന്നുമല്ല.
അവിടെ ശിവൻ ആകാശതത്വവുമായിട്ട് രഹസ്യമായിട്ട് അവിടെ എല്ലാവർക്കും അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്നാണ് ഐതിഹ്യം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം സ്വാമി നിർമ്മലാനന്ദയുടെ മഹാസമാധി ആയതും ആ ആരുദ്ര ദർശനത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കായിരുന്നു എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.